സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര ധനകാര്യ വിഹിതം 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.9%. പിന്നീട് അത് പടിപടിയായി കുറഞ്ഞ് ഇന്ന് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലമായപ്പോഴേക്കും അത് 1.92 കുറഞ്ഞു. ഇപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ധനകാര്യ കമ്മീഷൻ വിഹിതം വർദ്ധിപ്പിച്ച് കിട്ടുന്നതിന് എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിശദമാക്കാവും. ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനത്തിന് അർഹമായ പണം വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമം നടന്നു. ആ ഒരു ഇതിൻ്റെ പിന്നാലെയാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ നികുതിയുടെ കാര്യത്തിൽ മാത്രമല്ല ദൂരവ്യാപകമായി പാർലമെൻ്ററി സിസ്റ്റത്തിനകത്തെ റെപ്രസെൻറ്റേഷനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ വഴിമരുന്നിടുന്ന തരത്തിലേക്ക് 1971 നമ്മുടെ ജനസംഖ്യയായിരുന്നു അടിസ്ഥാനമെങ്കിൽ 2011 ജനസംഖ്യ എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നികുതി വിതരണം നടത്തിയത്. അപ്പോൾ 71 ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കണ്ടീഷൻ അംഗീകരിച്ച് അതനുസരിച്ചിട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വരുമെന്ന് വിശ്വസിച്ച സ്റ്റേറ്റുകളുണ്ട്. നമ്മുടെ കേരളമടക്കമുള്ള സ്റ്റേറ്റുകളുടെ ഇപ്പോഴത്തെ ജനസംഖ്യ ഭാഗിച്ച് ആകെ പാർലമെൻറ്റ് സീറ്റുകളെ കണക്ക് കൂട്ടിയാൽ 20 എന്നുള്ളത് 12 13 ഒക്കെ ആയിട്ട് ചുരുങ്ങാം. ഞാൻ പറഞ്ഞത് അത്തരം ദൂരവ്യാപകമായ കാര്യങ്ങൾ കൂടി വരാവുന്ന തരത്തിലേക്ക് ബേസിനെ എടുത്തു എന്നൊരു പ്രശ്നമുണ്ട്. അത് ശക്തമായി പ്രതിപക്ഷം ഉൾപ്പെടെ കേരളത്തിലെയും പ്രതിപക്ഷം ഉൾപ്പെടെ അക്കാര്യം വിമർശിച്ചിട്ടുള്ളതാണ് ധനകാര്യ കമ്മീഷൻ്റെ. ആ ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്ന പല ക്രൈറ്റീരിയയും കേരളത്തിന് വളരെ എതിരായിട്ട് വരുന്നതാണ്. കേരളത്തിൻ്റെ ആളോഹരി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, വളരെ ഉയർന്ന വരുമാനമാണ്, നല്ല വരുമാനവും ജീവിത സാഹചര്യങ്ങളുണ്ട്, സ്കൂളുകളും ആശുപത്രിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ പണം വേണ്ട എന്നുള്ള തരത്തിലേക്ക് വന്നു. എന്നാൽ കേരളത്തിൻ്റെ സവിശേഷ പ്രശ്നങ്ങളൊന്നും അവർ വിലയിരുത്തിയിട്ടില്ല. കേരളത്തിലെ പ്രായമേറിയ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു, ജീറിയാട്രിക് ഇഷ്യൂസ് ഉണ്ട്. കേരളത്തിലെ കൂലി സാധാരണ നമ്മുടെ മിനിമം കൂലി തന്നെ ഓൾ ഇന്ത്യ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു നിർമ്മാണത്തിന് പിന്നെ പണം കൂടുതൽ വേണം, ഇവിടെ സ്ഥലം വാങ്ങാൻ പണം കൂടുതൽ വേണം, ഇവിടെ എല്ലാത്തിനും ചിലവ് കൂടുതലാണ്. കേരളത്തിന് വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ ബീഹാറിലോ മധ്യപ്രദേശിലോ കൊടുക്കുന്ന 1 സെൻറ്റ് ഭൂമിയുടെ വിലയുടെ 3 ഇരട്ടി കൊടുത്താലും ഇവിടെ കിട്ടില്ല. അവിടുത്തെ ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്നതിൻ്റെ 3 ഇരട്ടി കൊടുത്താലും കിട്ടില്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പരിഗണിക്കാതെ വന്നതുകൊണ്ട് തന്നെയാണ് ഈ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഒരു ഗുണകരമല്ലാത്ത കാര്യം വന്നത്. സാർ, ഇപ്പോൾ നമ്മൾ അക്കാര്യം സംബന്ധിച്ചും ഈ ധനകാര്യ കമ്മീഷൻ്റെ കാര്യങ്ങൾ കടമെടുക്കുന്ന പരിധി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്കുൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടി വന്നത് ഇതിൻ്റെ ഭാഗമാണ്. അതിന് സുപ്രീം കോടതി പോയാലും ബാക്കി കാര്യങ്ങളെല്ലാം പോയാലും നമ്മൾ അതുകൊണ്ട് മാത്രം പറ്റില്ല. നമ്മൾ കളക്റ്റീവായിട്ട് കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ പറയണം.